Hi friends, welcome back to our YouTube channel. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ മൂന്നാർ ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ അതിരാവിലെ ഒരു 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഓസ്റ്റിൻകുട്ടൻ രാവിലെ എണീക്കാൻ കുറച്ച് മടി കാണിച്ചെങ്കിലും മൂന്നാർ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എണീറ്റ് ഡ്രസ്സൊക്കെ മാറി കേട്ടോ. പിന്നെ അവൻ കാറിൽ കയറി കഴിഞ്ഞപ്പം നല്ല ഉറക്കമായി. ഓസ്റ്റിനും അല്ലയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൂന്നാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂസൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു, നല്ല വ്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് വീഡിയോ ആക്കി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓസ്റ്റിൻകുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. പക്ഷെ ആലിയേക്ക് ഉറക്കമൊന്നുമില്ല. അവൾ നല്ല ട്രിപ്പൊക്കെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ നല്ല ഇഷ്ടമാണ്. കാടും മലകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയ വാട്ടർഫോൾസൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല, കാറിൽ തന്നെ ഇരുന്നിട്ട് വീഡിയോസ് എടുത്തിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കുട്ടികൾ ഇറങ്ങിയിട്ട് ഇവിടെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു കടയൊക്കെ ഉണ്ട്, ഒരു ചായക്കടയുണ്ട്. നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങി ഒന്ന് സ്പെൻഡ് ചെയ്തു, ഒന്ന് റെസ്റ്റൊക്കെ എടുത്തൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാമല്ലോ. നല്ല മനോഹരമാണ് അത് കാണാനല്ലേ. എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും കാണാൻ. നല്ല വ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വ്യൂസൊക്കെ ഞാനിങ്ങനെ വീഡിയോസിൽ പകർത്തി. ആലിയയും ഓസ്റ്റിനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ മൂന്നാർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊക്കെ കണ്ട് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ അത് തന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. റൂമൊക്കെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഹോം സ്റ്റേ ആണ്, S&B ഡ്രീം ഹൗസ് ഹോം സ്റ്റേ. കുറച്ച് ഫോട്ടോസൊക്കെ അവർ നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ റൂം ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗൺ എത്തി കേട്ടോ. മൂന്നാർ ടൗണിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത്, S&B ഡ്രീം ഹൗസ് ഹോം സ്റ്റേ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ. ടൗണിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 2 മിനിറ്റേ ഉള്ളൂ ടൗണിൽ നിന്ന്. നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റും ടൗണിലേക്ക്. ഞങ്ങൾ നൈറ്റ് ഒരു വാക്കിങ്ങിന് പോയായിരുന്നു ടൗണിലോട്ട്, പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട്. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ചെയറൊക്കെ ഇങ്ങനെ കമത്തിയിട്ടേക്കായിരുന്നു. അത് രാത്രി അവർ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഒരു 4-5 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്, ഈ ഹോം സ്റ്റേ ഉള്ളത്. പിന്നെ അവർ അതിൻ്റെ ബാക്കിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അവർ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു 4-5 ഫാമിലിക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ലൊരു ഹോംലി ഫീൽ തരുന്ന രീതിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ.
ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ. ചെടികളും പൂക്കളും അതുപോലെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോളിലും ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു ഊഞ്ഞാലയൊക്കെ ഉണ്ട് ഇവിടെ. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോണും കൊണ്ടുള്ള സ്റ്റോണിൻ്റെ ചെയറും അതുപോലെ സെറ്റി പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഓരോ സ്ഥലങ്ങൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ രാജമല വ്യൂ പോയിന്റ് കാണാനാണ് കേട്ടോ പോകുന്നത്. ഇരവികുളം നാഷണൽ പാർക്ക് എത്തി. അപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ നമ്മൾ ബസ്സിലാണ് ഈ വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു. ഒരു നല്ല നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ബസ് കയറാൻ നിൽക്കുന്നവരുടെ. എന്നാലും പെട്ടെന്ന് ബസ് വന്ന് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ക്യൂവിൽ നിന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറാൻ പോവാണ്. ബസ്സിലിരുന്ന് നമുക്ക് നോക്കുമ്പോൾ വ്യൂസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് അധികം വീഡിയോസ് അങ്ങനെ ബസ്സിലിരുന്ന് എടുക്കാൻ പറ്റിയില്ല. ബസ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കുടുങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഓസ്റ്റിന് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അധികം വീഡിയോസ് അങ്ങനെ ബസ്സിലിരുന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ നല്ല രസമായിരുന്നു ബസ്സിലിരുന്ന് പോയപ്പോൾ വ്യൂസൊക്കെ കാണാനായിട്ട്. ബസ്സിലെ യാത്ര നല്ല രസമായിരുന്നു കേട്ടോ.
ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വ്യൂ പോയിന്റിലോട്ട് നടന്ന് കയറി പോകണം. അപ്പോൾ ഞങ്ങളിവിടെ ബസ് ഇറങ്ങിയിട്ട് വ്യൂ പോയിന്റിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ മല കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കാണുന്ന വ്യൂസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ വ്യൂസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പോയുള്ളൂ കേട്ടോ. മറ്റേ അതിൻ്റെ എൻഡ് പോയിന്റ് വരെ ഞങ്ങൾ പോയില്ല. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ടയേർഡായി. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നല്ല വ്യൂസ് ആയിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂസാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. സ്റ്റോറി ഓഫ് ദി പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരവികുളം പാർക്കിൻ്റെ ഹിസ്റ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കയറി കണ്ടു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ജ്യൂസും കേക്കൊക്കെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ ബസ്സിൽ. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ VR എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കയറിയത്. ഇരവികുളം പാർക്കിലുള്ള അനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ ഞങ്ങൾക്ക് അങ്ങനെ VRലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. രാജമലയിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാട്ടോ പോയത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പം വീഡിയോസ് ഭയങ്കര ലെങ്തി ആയിപ്പോവും. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ രാത്രിയിലത്തെ വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രി ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റും പിന്നെ ഇവിടുത്തെ ഈ ഫൗണ്ടെയിനും വാട്ടർ ഫൗണ്ടെയിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓസ്റ്റിന് നല്ല ഇഷ്ടമായി. ഓസ്റ്റിന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ അറേഞ്ച്മെൻറ്റൊക്കെ.
നമുക്കിവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാം, ഡിന്നർ കഴിക്കാം. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരുന്നാട്ടോ ഫുഡ് കഴിച്ചത്, ഔട്ട് സൈഡിൽ ഇരുന്നാട്ടോ ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോംലി ഫുഡൊക്കെ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് അവർ ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് വോക്കിന് പോയി. ടൗൺ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ പോയി ഒന്ന് ചുറ്റി. പിന്നെ മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഓസ്റ്റിനും ആലിയയും കൂടെ ഇവിടെ മുകളിൽ വന്നിട്ട് ഊഞ്ഞാലയൊക്കെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലയും ആടാനും. ഇവിടുത്തെ ഈ സെറ്റിങ്സൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ കളിക്കാൻ ഓസ്റ്റിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു രാത്രി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹോംലി ഫുഡായിരുന്നു. അത് ഞാൻ വീഡിയോസ് എടുത്തില്ല കേട്ടോ. അത് ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ പോയിരുന്നാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് വട്ടാവട പോയി. പിന്നെ വെജിറ്റബിൾ ഫാം ഹൗസ് ഒക്കെ കാണാൻ പോയി. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ട് സെപ്പറേറ്റ് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് മുകളിലേക്ക് കയറാനുള്ള വഴിയാണ് കേട്ടോ, ടെറസിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.